പൊതുവിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഏലപ്പാറ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ എൽഫോസയുടെ ആഭിമുഖ്യത്തിൽ ഏലപ്പാറ സർക്കാർ യുപി സ്കൂളിൽ വെച്ച് സുവനീർ പ്രകാശനവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. എത്രയോ ആളുകൾ മൺമറഞ്ഞു പോയി. അവരുടെ എല്ലാവരുടെയും മഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകളെയും നമ്മൾ ഈ അവസരം സ്മരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് പല വിധത്തിലാണ്. ഇതൊരു പഴയ തലമുറയും പുതിയ തലമുറയും കൂടിച്ചേരുന്ന ഒരു സംഭവം കൂടിയാണ്. നിശ്ചയമായും പഴയ തലമുറയുടെ കാലഘട്ടത്തിൽ അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇന്നില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മത്സരങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ നാം കാത്തുസൂക്ഷിച്ച പല പല മൂല്യങ്ങളും. എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനം പൂർവ്വ അധ്യാപിക അന്നമ്മ വർഗീസ് ഭാരവാഹികൾക്ക് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിക്കുകയും ചെയ്തു. ഏലപ്പാറ, ചെമ്മണ്ണ്, വാഗമണ്ണ് എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അക്കാദമിക് തലത്തിലും സാംസ്കാരിക കായിക ഇനങ്ങളിലും മികച്ച വിജയം കൈവരിച്ച 32 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി സാബു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആൻഡപ്പൻ ജേക്കബ്, അജിത് ദിവാകരൻ, വിജു പി ചാക്കോ, കുരുവിള മാടത്താനി തുടങ്ങിയവർ സംസാരിച്ചു. OH ഷാജി ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.